ഹലോ. ഡെയിലി റുട്ടീന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതായത് എല്ലാവരെയും അവരവരുടേതായ സ്ഥാനങ്ങളിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യമാണല്ലോ. അപ്പോൾ രാവിലെ ഭീമപള്ളി സ്കൂളിൽ പഠിക്കുന്ന മക്കളെ ആദ്യം കൊണ്ടുവന്നാക്കാം. അത് കഴിഞ്ഞ് ഇന്ന് ആദുവിന് ക്ലാസ് ഇല്ല. ആദുവിന് +2 ഇന്ന് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും പരീക്ഷ ഉള്ളത് കൊണ്ട് ആദുവിന് ഇന്ന് ക്ലാസ് ഇല്ല. +1 അല്ലേ അവർ. അങ്ങനെ അപ്പോൾ ഹവ്വ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹവ്വേനെ കൊണ്ടാക്കാം. അതുവഴി എനിക്ക് അദ്ദേഹത്തിനെയും കൊണ്ടാക്കാമല്ലോ. അവൾ വലിയ തുറയല്ലേ. അങ്ങനെ ഇറങ്ങി നമ്മൾ വഴിയിലെത്തിയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് ഹവ്വയ്ക്ക് ഓണത്തിന് ഡ്രസ്സ് എടുക്കണം. അത് അവർ ഒരു ഡ്രസ് കോഡ്, ഇതാണ് രാമേന്ദ്രൻസ് കേട്ടോ, നമ്മൾ അട്ടക്കുളങ്ങരയുള്ള രാമേന്ദ്രൻസ്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഓഫീസിൽ പോകാൻ പോയ ആൾ പിന്നെ എൻ്റെ കൂടെ ഇങ്ങ് വന്നു. ഞാൻ ഡ്രസ്സ് എടുക്കുന്നെങ്കിൽ ഞാൻ രാമേന്ദ്രൻസിൽ തന്നെ വരും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സാധനവും നമുക്ക് ഒരിടത്തുനിന്ന് തന്നെ കിട്ടും. ഈ രാമേന്ദ്രൻസ് ഈസ്റ്റ് ഫോർട്ടിലും ഉണ്ട് കേട്ടോ. ഈസ്റ്റ് ഫോർട്ടിലുള്ള രാമേന്ദ്രൻസിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ്ങിനൊരു കടയിൽ കയറണം, ഉടുപ്പിനൊരു കടയിൽ കയറണം, ബ്ലൗസിനൊരു കടയിൽ കയറണം. അങ്ങനെ 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 ആച്ചിപ്പ് ഭയങ്കര ഹാപ്പിയിലാണ്. ആച്ചിപ്പൂന് ഇതുപോലുള്ള യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ രാമേന്ദ്രൻസിലെത്തി. ഇത് സാരീര സെക്ഷനാണേ. ഇവിടെ പട്ട് സാരി മുതൽ കോട്ടൺ സാരി അങ്ങനെ തുടങ്ങിയിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ എല്ലാം വാങ്ങണമെന്നൊക്കെ തോന്നും കേട്ടോ. ഒരു ലോട്ടറിയൊക്കെ അടിച്ചിട്ട് വേണം എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ വാങ്ങിച്ചിട്ടും കാര്യമില്ല, കൊണ്ടുവയ്ക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങുന്നില്ല. അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചിട്ട്. ഇതൊക്കെ ഗൗണിൻ്റെ, ഈ മാരേജ് ഗൗണിൻ്റെയൊക്കെ സെക്ഷനായിരുന്നേ. അങ്ങനെ 3ാമത്തെ നിലയിലായിരുന്നു നമുക്ക് വാങ്ങാനുള്ള സാധനം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞാൻ പിന്നെ മക്കൾക്കെന്ന് പറഞ്ഞാൽ ഹവ്വയ്ക്ക് മാത്രം, മറ്റവർക്ക് പട്ടുപാവാടയും ബ്ലൗസും തയ്ക്കാമെന്നുള്ള ഒരു ഇതിലാണ്. വ്യാഴാഴ്ചയാണ് പ്രോഗ്രാം. ഇതൊക്കെ തച്ച് കിട്ടിയാൽ കിട്ടി. എന്നല്ലേ ആള്. എനിക്ക് ഇങ്ങനെ ചില സമയങ്ങളാണ് തോന്നും, ചിലപ്പോൾ വർക്ക് കൂടുതലുള്ള സമയത്ത് തച്ച് കൊടുക്കുകയില്ല. ഇത് തയ്യലിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ഇതെല്ലാം ഒരു ഷോപ്പിനകത്ത് തന്നെയാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പം ഞാനെന്തെങ്കിലും വാങ്ങുന്നെങ്കിൽ അവിടെ പോവുള്ളൂ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ ഉച്ചയ്ക്ക് ദിമ്മൂന് എക്സാം ഉണ്ട്. അപ്പം അതിന് മുമ്പ് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അരി തീർന്ന്. ഇന്ന് റേഷൻ കട തുറന്നാലല്ലേ അരി വാങ്ങാൻ പറ്റൂ. പക്ഷേ റേഷൻ കട തുറന്നപ്പോഴത്തേക്ക് നമ്മൾ രാമേന്ദ്രൻസിലല്ലേ. പിന്നെ വന്നിട്ട് പിന്നെ റേഷൻ കടയിൽ പോയി എൻ്റെ കൈ വെച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല അത്രേ. എന്തൊരു കൈയാണിത്. അവസാനം പിന്നെ ആദുവിൻ്റെ കൈ വെച്ചിട്ട് റേഷൻ വാങ്ങിച്ചു. ഈ റേഷൻ കാർഡിൻ്റെ കാര്യം പറയുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് കേരളത്തിൻ്റെ ഏത് ജില്ലയിലും റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ കണ്ണൂർ പോയാൽ കണ്ണൂർ റേഷൻ കടയിൽ നിന്ന് എനിക്ക് റേഷൻ വാങ്ങാൻ പറ്റും കേട്ടാ. ഇത് ചിലർക്ക് അറിയില്ല എന്നാ തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ വീട് നോക്കുമ്പോൾ എൻ്റെ പൊന്നു മുത്തുമണികളെ, ഈ അടുക്കള ഏത് കാലം വൃത്തിയാക്കിയിട്ട്, ഏത് കാലം ഞാൻ ചോറ് വെച്ച്, ഞാൻ ഏത് കാലം എൻ്റെ ദിമ്മൂനെ പറഞ്ഞു വിടാനാണ്. പിന്നെ ഇന്നലത്തെ ഇഡലി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിന്നിട്ട് അവൾ പോവും. സമയമായി, മണി 11:20 ഞാനിവിടെ എത്തിയപ്പം. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കും 11:20. പിന്നെ വരണ വഴിയിൽ തന്നെ ചൂര കിട്ടി. അപ്പോൾ ചൂരയും വാങ്ങിച്ച് വന്ന്. അപ്പോൾ പെട്ടെന്ന് ചോറ് വെന്താൽ ദിമ്മൂന് തിന്നിട്ട് പോവാം. അങ്ങനെ ഇതിപ്പോൾ വേവിക്കണമെങ്കിൽ ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ എല്ലാം ഞാൻ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എൻ്റെ അടുക്കളയുടെ അവസ്ഥ ഇതാണ്. എന്ത് പറയാനാണ്. എന്ത് സാധനം എടുത്താലും അവിടെ അങ്ങ് നിരത്തിയിടും. പിന്നെ അത് ഓരോന്നോരോന്നായിട്ട് എല്ലാം ഒതുക്കി പറക്കി എടുത്തിട്ട് പിന്നെ കഞ്ഞിക്ക് വെള്ളം വയ്ക്കാമെന്ന് പറഞ്ഞ് കുടത്തിൽ നോക്കിയപ്പോഴത്തേക്കും കുടത്തിൽ വെള്ളവും ഇല്ലടെ. പിന്നെ പൈപ്പ് വെള്ളം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. നമ്മളെ വീട്ടിൽ തന്നെ പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ ഭയങ്കര പൈസക്കാരാണ്. അപ്പോൾ ഇപ്പം എല്ലാ വീടുകളിലും പൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് പൈപ്പ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ കുടം ആകെ ഭയങ്കര മോശമായിട്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ കുടം വൃത്തിയാക്കിയിട്ട് വെള്ളം എടുക്കാമെന്നിങ്ങനെ വിചാരിച്ചു.
അങ്ങനെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബിമ്മു വന്നിട്ട് പറയണം, ഉമ്മച്ചി എനിക്ക് സമയമായി, എൻ്റെ കൂട്ടുകാരും ഞാനും കൂടി ഓട്ടോയിൽ പോകാമെന്നിങ്ങനെ വിചാരിക്കുകയാണ്, അതോ ഉമ്മച്ചി എന്നെ കൊണ്ടാക്കുമോ? അപ്പോൾ എനിക്കാണെങ്കിൽ സമയവും ആയി, ഭക്ഷണവും ഉണ്ടാക്കണം. അപ്പോൾ അവളിങ്ങനെ കൂട്ടുകാരെ കൂടെ പോകുന്നുണ്ട് എങ്കിൽ അതല്ലേ നല്ലത്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ തലകെട്ടി തരാം, നീ അവരെ കൂടെ പോകുന്നെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു 3-4-5 കുട്ടികൾ ചേർന്നിട്ട് ബസ്സിൽ പോകുന്നതിനേക്കാളും നല്ല, ബസ്സിൽ പോയാലും 10 രൂപയാവും. അവർ 4 കുട്ടികൾ ചേർന്ന് 40 രൂപയായി. ഇവിടുന്ന് വലിയ തുറ വരെ പോകാൻ വേണ്ടി 40 രൂപയേ ഉള്ളൂ ആട്ടോയിൽ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് അവരങ്ങനെ കുറച്ച് കുട്ടികൾ ചേർന്ന് ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ അവൾക്ക് വല്ല വിധേനെ ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എൻ്റെ മുത്തുമണികളെ, അങ്ങനെ ഞാൻ ഈ ഗ്യാസിൻ്റെ കഥ പറയുമ്പോൾ, ഗ്യാസ് ചില ആൾക്കാർക്കെങ്കിലും ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ അടിയിലുള്ള ഒയർ ഇങ്ങനെ ആ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഈ പണി തുടങ്ങിയ സമയത്ത് ഞാനതങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് എന്നോട് ചിലരെങ്കിലും ഇങ്ങനെ ഈ ഗ്യാസിൻ്റെ അടിയിൽ പിന്നെ ഇങ്ങനെ ഇട്ടേക്കല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ഗ്യാസ് അങ്ങോട്ട് നീക്കി വെച്ച് കേട്ടോ. അങ്ങോട്ട് നീക്കി വെച്ചാലത്തെ പ്രശ്നം എന്തോന്നെന്നറിയാമോ? നമ്മൾ ഈ മീനൊക്കെ പൊരിക്കുന്ന സമയത്തുണ്ടല്ലോ, മീനിൻ്റെ എണ്ണയൊക്കെ പാത്രങ്ങളിൽ തെറിക്കും. ആ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കണ്ടില്ലേ, ഈ പൈപ്പിൻ്റെ നേരെ ഇരിക്കുന്ന ആ സൈഡ്, അത് കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളല്ലേ. അപ്പോൾ അതിൽ ഈ എണ്ണകൾ തെറിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഗ്യാസ് ഇങ്ങോട്ട് നീക്കി വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ ആയുസിനേക്കാളും വലുതൊന്നും അല്ലല്ലോ. പാത്രങ്ങളിൽ എണ്ണ തെറിച്ചാൽ പാത്രം അങ്ങെടുത്ത് കഴുകി വെക്കും. ആയുസ് പോയില്ലേ മുത്തുമണികളെ. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ ഞാൻ മാനിച്ചുകൊണ്ട്, എന്നെ ഇത്രയും ആൾക്കാരിങ്ങനെ സ്നേഹിക്കുന്നത് എന്നറിയുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാൻ എത്ര ഭാഗ്യം ചെയ്ത ആളാണെന്ന് എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുക. എവിടെയോ കിടക്കുന്ന ഏതോ ഒരു അടുക്കള മൂട്ടിൽ കിടക്കുന്ന എന്നെ നിങ്ങളുടെ കുടുംബ അംഗത്തെ പോലെ. ഒരു മോള് വന്നിട്ട് പറഞ്ഞത്, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, നിങ്ങളുടെ ഗ്യാസിൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. ഞാനിങ്ങനെ മീൻ ഇറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. നമ്മുടെ പൂച്ച ഇവിടെ വന്നങ്ങ് കാവലിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ ഈ മീൻ ഇറക്കുന്ന സമയത്ത് മീനിൻ്റെ വേസ്റ്റ് അത്രയൊന്നും ഇട്ട് കൊടുക്കില്ല, കുറച്ച് അത്യാവശ്യം ആ പൂച്ചയ്ക്ക് തിന്നാൻ പറ്റുന്ന അത്ര ഇട്ട് കൊടുക്കും. ഇത് കൂടുതൽ ഫുഡ് ഇട്ട് കൊടുത്താൽ അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു. പിന്നെ ഉള്ള കാക്ക എത്രയും കൂടി വന്നിട്ട് ഞാൻ നനച്ചിട്ടിരിക്കുന്ന തുണിയിൽ അത്രയും കൊണ്ടുവന്ന് ഈ എച്ചിൽ ചവിട്ടി മരിക്കും. അപ്പം അങ്ങനെ നമ്മൾ തേങ്ങ ഇട്ട മീൻകറി വയ്ക്കണോ അതോ മുളക് കറി വയ്ക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വാണി എത്തിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ചോദിച്ചു, പരീക്ഷ എളുപ്പമുണ്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കുറച്ച് എളുപ്പമുണ്ടെന്ന്. കുറച്ചെങ്കിലും എളുപ്പം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വന്ന ഉടനെ ഇങ്ങനെ ചോദിക്കുന്നത്, അടുത്ത ബേക്കറി, നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി കടയുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കറി കടയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോട്ടാ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറയും. ഉച്ച സമയമായതുകൊണ്ട് റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോകണം. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അവൾ ഭയങ്കര കോൺഫിഡൻ്റാണ്. അവൾ പറയും, ഞാൻ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാം അമ്മച്ചി എന്ന് പറയും. അപ്പം തേങ്ങാക്കറി വയ്ക്കണോ മുളക് കറി വയ്ക്കണോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും ഉടുത്തിരിഞ്ഞ ചിന്താഗോപാലൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവസാനം ഞാൻ ചിന്തിച്ച് തേങ്ങാക്കറി വയ്ക്കാമെന്നായി. ഇന്നലെ മുളക് കറി വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മുളക് കറി ആകുമ്പോഴത്തേക്ക് നമുക്ക് കറി കുറവാണ്. തേങ്ങാക്കറി ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും തികയുകയും ചെയ്യും. രാത്രിയിലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് മീനെടുത്ത് പൊരിക്കാം, കുറച്ച് മീനെടുത്ത് കറി വയ്ക്കാമെന്നുള്ള ഒരു കണ്ടീഷനിലായി. നല്ല ഫ്രഷ് ചൂരയായിരുന്നു കേട്ടോ. ഫ്രഷ് ചൂര എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അറക്കുമ്പോൾ നല്ല അലുവ കണ്ടം പോലെ ഇങ്ങനെ കണ്ടിച്ച് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു മീനായിരുന്നു. ഇവിടെ നമ്മൾ ഭീമാപള്ളിയിൽ ഏറ്റവും ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു സ്ഥലം, ഞാൻ 3 സ്ഥലങ്ങളിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. വലിയതുറ മാർക്കറ്റ്, അതേ കണക്ക് കുമിരിച്ചന്ത മാർക്കറ്റ്, അതുപോലെ ഭീമാപള്ളി. ഈ 3 സ്ഥലത്ത് നിന്ന് ഞാൻ മീൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളെ ഭീമാപള്ളി തന്നെയാണ് കേട്ടോ. ഭീമാപള്ളിയിൽ ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ കുറച്ച് ഇങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും വിനാഗിരിയും കൂടി കലക്കി മീൻ ഒന്ന് തത്തിപ്പൊത്തി വെക്കാം. ഇത് ചൂര മീനായിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചിടണം.
ഈ മുളക് പൊടിയുടെ കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി നമ്മൾ വിരവിയിട്ട് മീനിൽ പെരക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മീനിൽ ഇത് പെരങ്ങി കിട്ടൂല. പക്ഷെ മീൻ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ, പെരങ്ങി കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുളകും മഞ്ഞപ്പൊടിയും വിനാഗിരിയും കൂടി ചേർത്ത് മീൻ അങ്ങോട്ട് പെരക്കി വെച്ചിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടി ചതച്ച്, എന്നിട്ട് അതും കൂടി അതിൻ്റെ മുകളിൽ തത്തിപ്പൊത്തി അങ്ങോട്ട് വെച്ച്, പിന്നെ തേങ്ങ ഒരെണ്ണം രാവിലെ പൊട്ടിച്ചതുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അത് പിന്നെ ചിരകി അങ്ങോട്ട് മീൻകറിയും വെച്ച്. ഈ കുറച്ച് നാളുകളായിട്ട് എനിക്ക് കടുക് പൊട്ടിക്കുന്ന സ്മെല്ല് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ പോലെയാണ്. അത് കാരണം ഞാനിപ്പോൾ കടുക് പൊട്ടിക്കാറില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുഖമില്ലാതായതിനു ശേഷം ഞാൻ കടുക് പൊട്ടിക്കൽ കുറവാണ്, ഈ എണ്ണ കൂടുതൽ ആവും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ എന്ത് കറി വെച്ചാലും ഇത്തിരി എണ്ണ ചേർത്തില്ലെങ്കിൽ ഒരു രസവും ഇല്ല, അതാണ് വിഷയം. അപ്പോൾ ആ ഒരു സമയത്തിന് ചോറ് വെന്ത് കേട്ടോ, ചോറ് വെന്ത്. അപ്പോൾ മീൻകറിയും മീൻ പൊരിച്ചതും മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ചിന്തിച്ച് ചിന്താധാരയിൽ നിന്നും ഒരു മത്തങ്ങക്കറിയും കൂടി വെക്കാമെന്നായി. അങ്ങനെ ഈ മിക്സിയിലെ 2 ജാറുകളും മോശമായിപ്പോയി കേട്ടോ. അത് കാരണം എപ്പോൾ അരച്ചാലും ഇതുപോലുള്ള പണി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ?